കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സമൂഹമാധ്യമങ്ങളിലും തമിഴ്നാട് രാഷ്ട്രീയത്തിലുമൊക്കെ ഉയർന്നു കേൾക്കുന്നൊരു പേരാണ് താഹിറ എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ത്രീയുടെ പേര്. വലിയൊരു വിജയത്തോടുകൂടി വിജയിച്ച അധികാരത്തിൽ കയറിയ വിജയുടെ പാർട്ടിയായ TVK എന്ന് പറയുന്ന പാർട്ടിയിലെ ഓരോ അംഗങ്ങളും തമിഴ്നാട് അസംബ്ലിയിൽ ഓരോരുത്തരും സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് അതിലേറ്റവും ശ്രദ്ധേയമായി മാറിയത് താഹിറയായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് താഹിറ അത്തരത്തിൽ ശ്രദ്ധേയമായി മാറുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു മുസ്ലിം സ്ത്രീ എന്നതിലല്ല അവർ ശ്രദ്ധിക്കപ്പെട്ടത്, നേരെ മറിച്ച് അവരുടെ ആസ്തിയായിരുന്നു. നമുക്കറിയാം, ഒരു സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് അവരുടെ ആസ്തി എത്രയാണ് എന്നുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധിപ്പിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ അവർ സമർപ്പിച്ച അവരുടെ ആസ്തി എന്ന് പറയുന്നത് വെറും 33,000 രൂപ മാത്രമാണ്. എത്രയാണ്? വെറും 33,000 രൂപ. തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ ആസ്തിയുള്ള ഒരു MLA ആണ് ഇപ്പോൾ താഹിറ. താഹിറയുടെ വിജയം ഒരുപാട് സന്ദേശങ്ങൾ, ഒരുപാട് പാഠങ്ങൾ ലോകത്തിന് പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, പല തിരഞ്ഞെടുപ്പിൻ്റെ സമയങ്ങളിലും പണം ഒരു പ്രധാന ഘടകമായി മാറാറുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട് പോലെയുള്ള ഒരു സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പണം ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പലയിടങ്ങളിലായി ഒഴുക്കാറുണ്ട്. പണം കൊടുത്ത് പലപ്പോഴും വോട്ടുകൾ വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഈ താഹിറ എന്ന് പറയുന്ന ഈ സ്ത്രീ, അവരുടെ പക്കലുള്ള ആസ്തി എന്ന് പറയുന്നത് 33,000 രൂപയാണ്. അവർ പൈസ കൊണ്ടല്ല വോട്ട് പിടിച്ചത്, നേരെ മറിച്ച് ജനങ്ങളിൽ അവർക്കുള്ള വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു. അവിടെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ അവർ സജീവമായി പ്രവർത്തിച്ചിരുന്നു. സ്ത്രീ സുരക്ഷയ്ക്കും അതോടൊപ്പം അവിടെയുള്ള ആ ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും അവർ മുൻപന്തിയിലുണ്ടായിരുന്നു. വലിയ രാഷ്ട്രീയ പാരമ്പര്യമോ കോടികളുടെ ബാങ്ക് ബാലൻസോ ഇല്ലാത്ത ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് താഹിറ. രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സ്വന്തം പ്രദേശത്തെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്നു താഹിറ. താഴെത്തട്ടിലുള്ള സ്ത്രീകളുമായി താഹിറ ഉണ്ടാക്കിയെടുത്ത ആത്മബന്ധം എതിരാളികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. വോട്ടെണ്ണൽ അവസാനിച്ചപ്പോൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടിയാണ് താഹിറ അവിടെ വിജയിച്ചു കയറിയത്. തമിഴ്നാട് രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്നായിരുന്നു അത്. ഒരു വശത്ത് കോടികളുടെ ആസ്തിയുള്ള ഭരണകക്ഷിയുടെ ഒരു ക്യാബിനറ്റ് മന്ത്രി, പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ സ്വാധീനം. മറുവശത്താകട്ടെ വിജയുടെ പാർട്ടി ചിഹ്നവുമായി ഇറങ്ങിയ ഒരു സാധാരണ പെൺകുട്ടി. 4 തവണ MLA ആയി മണ്ഡലത്തെ കൈവെള്ളയിലെന്ന പോലെ അറിയുന്ന R ഗാന്ധിയെ അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ണിൽ വെച്ചാണ് വിജയുടെ TVK സ്ഥാനാർത്ഥിയായ താഹിറ മുട്ടുകുത്തിച്ചത്. താഹിറയ്ക്ക് വേണ്ടി റാണിപ്പെട്ടിലെ സാധാരണ ജനങ്ങൾ തന്നെയാണ് മുന്നിട്ടിറങ്ങിയത്. പലരും സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് പോസ്റ്ററുകളും നോട്ടീസുകളും അടിച്ചു നൽകി. ഒരു പ്രതിഫലം പോലും വാങ്ങാതെ രാത്രിയും പകലൊന്നുമില്ലാതെ താഹിറയ്ക്ക് വേണ്ടി വീട് തോറും പാർട്ടി പ്രവർത്തകർ കയറിറങ്ങി പ്രചാരണം നടത്തി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പണമല്ല വലുത്, പണത്തിനേക്കാൾ വലുത് ജനാധിപത്യമാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി വിളിച്ചാൽ ഞങ്ങളുടെ മുൻപന്തിയിലേക്ക് എത്തുന്നത് താഹിറയാണെന്ന് മനസ്സിലാക്കി അവിടുത്തെ ഓരോ ജനങ്ങളും അവരെ വലിയ ഭൂരിപക്ഷത്തിലേക്ക് വരെ വിജയിപ്പിക്കുകയാണ്. പണത്തിന് മുമ്പിൽ ജനാധിപത്യം വിജയിക്കുന്ന മനോഹരമായ ഒരു കാഴ്ച. തമിഴ്നാട്ടിലെ റാണിപ്പത്ത് എന്ന് പറയുന്ന അസംബ്ലിയിലാണ് താഹിറ നിന്ന് മത്സരിച്ചത്. താഹിറയുടെ എതിരാളി അത്ര ചില്ലറക്കാരനൊന്നുമല്ലായിരുന്നു. DMKയുടെ കരുത്തുറ്റ ഒരു നേതാവ്, കോടികളുടെ ആസ്തിയുള്ള ഒരു നേതാവ്. 1ഉം 2ഉമല്ല 4 തവണയാണ് ഈ റാണിപ്പത്ത് എന്ന് പറയുന്ന ഒരേ മണ്ഡലത്തിൽ ഇദ്ദേഹം വിജയിച്ചു കയറിയത്, അതും വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടി. അത്തരത്തിൽ വലിയ സമ്പത്തും അതോടൊപ്പം രാഷ്ട്രീയത്തിൻ്റെ പിൻബലവുമുള്ള R ഗാന്ധി എന്ന് പറയുന്ന DMKയുടെ നേതാവിനെയാണ് ഈ പറയപ്പെടുന്ന വെറും 33,000 രൂപ മാത്രം ആസ്തിയുള്ള താഹിറ തോറ്റു തുന്നം പാടിച്ചത്. താഹിറയ്ക്ക് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് 91,149 വോട്ടുകളാണ്. DMKയുടെ സ്ഥാനാർത്ഥിയായ R ഗാന്ധിക്ക് ലഭിച്ചത് 85,362 വോട്ടാണ്. അതായത് 5,787 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് താഹിറ അവിടെ വിജയിച്ചു കയറിയത്. നമുക്കവർ സാധാരണ ഒരു വീട്ടമ്മയാണ്. അവരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും 10ാം ക്ലാസ് മാത്രമാണ്. ഈ പറയപ്പെടുന്ന R ഗാന്ധി ആകട്ടെ മുമ്പ് DMKയുടെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. R ഗാന്ധി തൻ്റെ പ്രചാരണ വേളകളിൽ ഉപയോഗിച്ചിരുന്നത് വലിയ ആഡംബര കാറുകളും മറ്റുമൊക്കെ ആയിരുന്നുവെങ്കിൽ ഇവിടെ താഹിറ അവരുടെ പ്രചാരണ വേളയിൽ ഉപയോഗിച്ചത് ഓട്ടോറിക്ഷകളും അതോടൊപ്പം അവരുടെ പ്രവർത്തകരുടെ മറ്റു വാഹനങ്ങളിലുമൊക്കെയായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ കൂടിയും താഹിറയുടെ ആത്മവിശ്വാസം പോയില്ല. അവർ ശക്തമായി തിരഞ്ഞെടുപ്പിൻ്റെ വേളകളിൽ അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ ഓരോ വീടുകളിലും കയറി അവരുടെ വാഗ്ദാനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം ജനങ്ങൾ അവരെ വിജയിപ്പിക്കുകയാണ്. നോക്കി, താഹിറ എന്ന് പറയുന്നത് പെട്ടെന്നൊരു രാഷ്ട്രീയത്തിലേക്ക് കയറി വന്ന ഒരു സ്ത്രീയല്ല, നേരെ മറിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി അവിടെയുള്ള ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും പോരാടിയ സംസാരിച്ച ഒരു സ്ത്രീയാണ്. അവസാനം അവിടെയുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായി അവരെ വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കുന്നു. നോക്കൂ, ഇതാണ് സുന്ദരമായ ജനാധിപത്യം എന്ന് പറയുന്നത്.
ഇത്ര മനോഹരമാണ്. പണം കൊടുത്ത് ഒരിക്കലും ജനാധിപത്യ വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല, വോട്ട് വാങ്ങാൻ കഴിയില്ല എന്നുള്ള ആ വലിയൊരു സന്ദേശം അവിടെയുള്ള ജനങ്ങൾ നൽകുകയാണ്. നോക്കിവിടെ താഹിറ മാത്രമല്ല, മറ്റൊരുപാട് സ്ഥാനാർത്ഥികളൊക്കെ കാണാൻ സാധിക്കും. വിജയുടെ TVK എന്ന് പറയുന്ന പാർട്ടിയിൽ മത്സരിച്ച് അവിടെ MLA ആയി കയറിയതിൽ ഒട്ടുമിക്ക ആളുകളും സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യന്മാരാണ്. ഉദാഹരണത്തിന് വിജയുടെ ഡ്രൈവറിൻ്റെ മകനായിരുന്ന ഒരു വ്യക്തി അവിടെ മത്സരിച്ച് വിജയിക്കുകയും ഇപ്പോൾ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം അവിടെ ഇറച്ചു വെട്ടുന്ന ഒരു വ്യക്തി മത്സരിച്ചു, ഒരു ഓട്ടോ ഡ്രൈവർ മത്സരിച്ചു. അത്തരത്തിൽ ഒട്ടുമിക്ക സാധാരണക്കാരായ താഴെത്തട്ടിലുള്ള മനുഷ്യരെയാണ് വിജയ് TVK എന്ന് പറയുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി നിയോഗിച്ചത്. ഇത് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് നൽകിയ ആത്മവിശ്വാസം എന്നുള്ളത് ചെറുതല്ല. രാഷ്ട്രീയ അനുഭവ സമ്പത്തുള്ളവർക്കും പണമുള്ളവർക്കും വലിയ സമ്പത്തുള്ളവർക്കും മാത്രമല്ല, സാധാരണക്കാരായ ജനങ്ങൾക്കും മത്സരിക്കാൻ സാധിക്കും, അതിലൂടെ വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ആ വലിയൊരു ആത്മവിശ്വാസം അവിടെയുള്ള ഓരോ ജനങ്ങൾക്ക് ലഭിക്കുകയാണ്. നോക്കൂ, MK സ്റ്റാലിൻ്റെ DMK എന്ന് പറയുന്നൊരു പാർട്ടി, ആ പാർട്ടി ഒരിക്കലും അത് മോശമായ ഒരു പാർട്ടിയല്ല. അവിടെയുള്ള സാധാരണക്കാരായ ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ MK സ്റ്റാലിൻ തയ്യാറാക്കി. RSSനെതിരെയും BJPക്കെതിരെയും ഒക്കെ തമിഴ്നാടിന് വേണ്ടി ശക്തമായി നിലകൊണ്ട ഒരു നേതാവായിരുന്നു അദ്ദേഹം. എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലി വലിയ ഇഷ്ടമുള്ള വ്യക്തിയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി തോറ്റുപോയത്? നമുക്കൊരു പാർട്ടി എന്ന് പറയുന്നത് ഒരു വ്യക്തി മാത്രമല്ല, ആ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വ്യക്തികളും അതിലുൾപ്പെടും. ആ പാർട്ടിയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ജനങ്ങളോട് മോശമായ രീതിയിൽ പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ, സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാതിരുന്നാൽ അത് ആ പാർട്ടിയെ കൂടി ബാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അഹങ്കാരത്തിൽ അധികാരം കാണിക്കുന്നവർ, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാത്തവർ, അത്തരത്തിലുള്ള ആളുകളെയൊക്കെ അത്തരം രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഒഴിവാക്കി ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നല്ല യുവതലമുറയിലെ ചെറുപ്പക്കാരായ ആളുകളൊക്കെ ഇത്തരം പാർട്ടികളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പാർട്ടി ഒരുപക്ഷെ നാളെ വലിയൊരു വിജയത്തിലേക്ക് കടന്നു വരാം. താഹിറ തമിഴ്നാട്ടിലെ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ഒരു വീഡിയോ ഞാനൊന്ന് കാണിക്കാം. சட்டமன்ற பேரவை உறுப்பினராக தேர்ந்தெடுக்கப்பட்ட தாகிரா என்னும் நான் சட்டை முறைப்படி நிறுவப்பெற்றுள்ள இந்திய அரசமைப்பு சட்டத்தில் உண்மையான நம்பிக்கையும் பற்றுறுதியும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் இறையாண்மையும் ஒருமைப்பாட்டையும் நிலைநிறுத்துவேன் என்றும் நான் மேற்கொள்ள இருக்கும் கடமையை நேர்மையாடவும் நிறைவேற்றுவேன் என்று மூலமாக உறுதியளிக்கிறேன். மாண்புமிகு திரு சௌ தியாகராஜன், செங்கல்பட்டு. താഹിറയുടെ ഈ വിജയം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ വലിയൊരു പാഠമാണ്, പ്രത്യേകിച്ച് വരാനിരിക്കുന്ന യുവതലമുറയ്ക്ക്. രാഷ്ട്രീയം എന്നത് കോടീശ്വരന്മാർക്ക് മാത്രം കളിക്കാനുള്ള ഒരു ചൂതാട്ടമല്ല എന്ന് താഹിറ തെളിയിച്ചു കഴിഞ്ഞു. പണമില്ലെങ്കിലും കൃത്യമായ നിലപാടും ജനപിന്തുണയും ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തികളെപ്പോലും അട്ടിമറിക്കാൻ കഴിയുമെന്ന് താഹിറയുടെ ഈ വിജയം നമ്മെ പഠിപ്പിക്കുകയാണ്.